ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരം സുവിശേഷഘോഷണം നാടെങ്ങും കേൾക്കുമ്പോൾ ഭയത്തിപ്പിടപ്പങ്ങു കരുതി സുവിശേഷഘോഷണം നാടെങ്ങും കേൾക്കുമ്പോൾ ഭയത്തിപ്പിടപ്പങ്ങു കരുതി പൂവടിക്കുന്നേ ദേഹം കൊള്ളുന്നേ ഇതിലൊരു മോചനമില്ലേ പൂവടിക്കുന്നേ ദേഹം കൊള്ളുന്നേ ഇതിലൊരു മോചനമില്ലേ നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ ജ്വാലയാളന്റെ നാവ് വരളുന്നേ ഒരു വെള്ളം തരണേ ഈ ജ്വാലയാളന്റെ നാവ് വരളുന്നേ ഒരു വെള്ളം തരണേ അബ്രഹാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ അബ്രഹാം പിതാവേ ലാസറിൻ വിരൽ മുക്കി നാവിനെ നനയ്ക്കണമേ നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ ദൈവമൊരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ മാനസാന്തരമില്ലാത്ത കൂട്ടരെ നിങ്ങളും ഈ വിധമാകരുത് മനം തിരിഞ്ഞേശുവേ അറിയുക വേഗം പ്രിയമുള്ളവരെ, ഞാൻ ഈ പാട്ട് പാടാൻ കാരണം നമ്മൾ നരകത്തെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ ഒരു പാട്ടെങ്കിലും കേട്ടൊന്ന് മാനസാന്തരപ്പെടുമ്പോൾ ഒരു ആശ്വാസത്തോടുകൂടിയാണ് പാടിയത്. ദൈവം നമ്മെ എത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. ദൈവം ഇത്രത്തോളം നമ്മെ നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പരസ്യം പറഞ്ഞുവല്ലോ, ഞങ്ങൾ 5 വർഷക്കാലം കൊണ്ട് പരസ്യത്തൊക്കെ നടത്തുന്നുവെങ്കിൽ ഇന്നത്തെ ഈ പരസ്യാസത്തിൽ കാരണം എല്ലാ മാസത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ച നമ്മൾ തൊട്ടടുത്ത് കൊളുവാറ ദേശത്ത് ഒരു കൂടാരത്തിൽ എന്ന് പറഞ്ഞ വീട്ടിൽ, ആ വീടിന്റെ അഡ്രസ് ഇങ്ങനെയാണ്, ASP കോട്ടേജ് എന്നാണ്. ASP കോട്ടേജ് കൊളുവാറ, അവിടെ സ്ഥിതി ചെയ്യുന്ന ഭവനത്തിൽ മാസത്തിന്റെ 3-ാമത്തെ ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി ഇന്നുവരെ കെട്ടറിയാൻ കഴിയാത്ത, ഇന്നുവരെ ആമെ നല്ല ഭാരമായി കിടക്കുന്ന ആരും അത് കൈയേൽക്കാൻ ആമെ ആരും ആ ഭാരത്തെ ഒന്ന് ആമെ തോട്ടുവെക്കാൻ അത് താങ്ങായി ആമെ ആരും വരാതിരിക്കുന്ന നിരാശപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ആ നിരാശയ്ക്ക് ഒരു സന്തോഷം ലഭിക്കുവാൻ, നിന്റെ കെട്ടുകൾ അറിയുവാൻ ദൈവമാറ്റി പങ്കുവെച്ചുകൊണ്ട് രോഗങ്ങൾക്കും കടഭാരങ്ങൾക്കും തലമുറകളുടെ വിദ്യാഭ്യാസത്തിനും മദ്യപാനം ഒരു കാലവും മാറാതെ ഇന്നയോളം
ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവരാകുന്നുവെങ്കിൽ നീ ആമേസ്തോത്രം ഈ പ്രാർത്ഥന കൂടാരത്തിൽ കടന്നു വന്ന് അനേക ദൈവദാസന്മാര് നിന്റെ ആമേസ്തോത്രം നെറുകയിൽ കരം വെച്ച് നിനക്ക് വേണ്ടി അഭിഷക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ ആമേസ്തോത്രം നീ സ്വതന്ത്രമാകും. സ്വതന്ത്രമാകുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തിൽ സന്ദർശിക്കും. ദൈവം സന്ദർശിക്കുമ്പോൾ ഇന്നലെ നീ അനുഭവിക്കാത്ത സന്തോഷം നിന്റെ കുടുംബത്തിനകത്തുണ്ടാകും. ആ പ്രാർത്ഥന കൂടാരം എല്ലാ മാസവും നടന്നു വരുന്നു. ആയതുകൊണ്ട് ഈ ശനിയാഴ്ച ആമേൻ അത് നടക്കുന്നുണ്ട്. ഈ അറിയിപ്പ് ഒരു ദൈവനാമത്തിൽ അവർ സ്വാഗതം ചെയ്തതായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസൻ കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങൾ ഏകദേശം 4 മാസം കൊണ്ട് ഇവിടെ കുളവുപാറ സ്വയം ബ്രദറിൻ്റെ ഭവനത്തിൽ വെച്ച് പുതിയ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടത്തി വരികയാണ്. 3-ാം ശനിയാഴ്ച 10 തൊട്ട് 1 വരേക്കും ഉള്ള ഫാസ്റ്റിംഗ് പ്രയറാണ്. എല്ലാ ആവശ്യങ്ങൾ കടന്നു വരിക. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. പലരും പ്രാർത്ഥിക്കുന്നു എങ്കിലും പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല, പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണ്. അവിടെയാണ് നമുക്ക് ജയം കൊടുക്കുന്നത്. എൻ്റെ സ്വദേശം കുറ്റിച്ചലാണ്. ഞാൻ ജനിച്ചത് അവിടെയാണ്. എൻ്റെ അച്ഛൻ വലിയ ഒരു വൈദ്യനും കുട്ടനാശം എന്ന് പറഞ്ഞാൽ ആ കാലങ്ങളിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഞങ്ങൾ ശുദ്ധരം കൊണ്ട് മുടിഞ്ഞ് ഈ രാജ്യം വിട്ട് ഈ ദേശം വിട്ട് തമിഴ്നാട് തൂത്തുക്കുടി തൊട്ടാണ് ഞാൻ 5 വയസ്സ് തൊട്ട് വരെ വളർന്നത്. മലയാളത്തിനേക്കാളും നന്നായിട്ട് സംസാരിക്കാൻ തമിഴാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നാൽ അമ്മയും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെടേണ്ടതായി തീർന്നു. ഇവിടെ കുറ്റിച്ചേരിൽ അമ്മയും അണ്ണാക്കുപത്തൊരു മന്ത്രവാദി ഉണ്ട്. ആ മന്ത്രവാദി ഞങ്ങൾ അച്ചടി പറഞ്ഞതാണ്, മൂത്ത ചേട്ടൻ ശുദ്ധരം മുഖാന്തരം തൂങ്ങി മരിച്ചു. ബാക്കി ഇന്നും 5 മക്കൾ ഉയിരോടെ ശേഷിക്കണമെങ്കിൽ നിങ്ങളിരിക്കുന്ന ദേശം വിട്ട് വേറെ ദേശം ഓടിപ്പോയാൽ ബാക്കി 5 മക്കളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോഴും ആ അണ്ണാക്കുപത്ത് മന്ത്രവാദി മരിച്ചുപോയി. ഒരു കുടുംബമുണ്ട്. അവരെല്ലാം പള്ളിക്കാരായി മാറി. അങ്ങനെ അമ്മേൻ ഞങ്ങളും ഒരു പള്ളിക്കാരായിരുന്നു. പക്ഷെയോ ശരിയായ വഴിപ്രകാരം പ്രാർത്ഥനയില്ലാത്ത, എന്നെ ഒന്നും വേറെ അതിനെ കുറിച്ച് പറയുന്നില്ല. അമ്മേ പള്ളിക്കാർ പക്ഷെയോ പ്രാർത്ഥനയിൽ യാതൊരു ഫലമില്ലാത്ത പള്ളിക്കാരായിരുന്നു. ഞാൻ തമിഴ്നാട്ടിൽ പോയി എൻ്റെ 10 വയസ്സ് തൊട്ട് ഞാൻ കാണുന്നതായ ദുഃഖവും ദുരിതങ്ങളും എൻ്റെ തന്തസഭയെ സ്വത്തുക്കളെല്ലാം നഷ്ടമായത് കൊണ്ട് മദ്യപാനിയായി തീർന്നു. ഞാൻ എൻ്റെ 10 വയസ്സ് തൊട്ട് അമ്മേ കാളിപൂജ ഞാൻ ചെയ്തു. 20 വയസ്സ് വരെ സകല ക്ഷേത്രങ്ങളിൽ പോവുകയും കാളിപൂജ ചെയ്യുവാനും ഞാൻ തുടങ്ങി. എനിക്ക് യേശു എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പാണ്. കാരണം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെയോ ഒരു മാറ്റം കാണുന്നില്ല. ദാരിദ്ര്യം മാറുന്നില്ല. പപ്പ അമ്മ മദ്യപാനം മാറുന്നില്ല. ജീവിതം മുഴുവനും നിരാശയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ ഏതൊരുമായ ഉയർച്ചയില്ല. ഒരു വർഷത്തിൽ 8ഉം 10ഉം വീടുകളാണ് വീട് മാറുന്നത്. എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോൾ സകല കണ്ണീരാണ് വരുന്നത്. അന്നുള്ള ആ കാലങ്ങളിൽ ആ വീടുകളിൽ അമ്മ ഓടെ വീട്ടിൽ പറക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. 9 മണിയാകുമ്പോൾ ഒരു കറണ്ട് കട്ട് ചെയ്യും. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, അല്ലെ ബെന്തക്കോസ് പറഞ്ഞാൽ എനിക്ക് വളരെ പുച്ഛമാണ്. ഈ ബെന്തക്കോസ് പാസ്റ്റർമാരെ വൈറ്റ് ഡ്രസ് ചെയ്യുന്നവരെ നീ കണ്ണാ പിടിച്ചാൽ കണ്ടുകൂടാ. ആ രംഗത്തിലാണ് ദൈവത്തിന്റെ ശക്തി ഉള്ളതെന്ന് 1988 വർഷത്തിലാണ് ഞാനത് മനസ്സിലാക്കിയത്. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ അങ്ങോട്ട് നീട്ടിയെടുക്കുന്നില്ല. എന്നാൽ ഞാൻ കപ്പൽ പണിയായിരുന്നു. 1991 വർഷം തൊട്ട് അമേൻ ദൈവത്തിന്റെ വേലയിലേക്ക് വന്നു. ഇന്ന് ആ വർക്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ അമേ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന തൂത്തുക്കുടിയിൽ. ഏകദേശം 1.5 ലക്ഷം ശമ്പളമുണ്ട്. എന്നാൽ അമേ ദൈവത്തിൻ്റെതായ കരുണയാൽ ഇന്ന് ഞാൻ ദൈവത്തിന്റെ വേല ഇന്ത്യ മുഴുവനും പല ദേശങ്ങളിലും ഇപ്പോൾ ഇരിക്കുന്നതായ പോണ്ടിച്ചേരി, നാഗപട്ടണം, കാരക്കാലിന്റെ ഭാഗത്ത് പാർക്കുകയാണ്. മാസം ഒരിക്കൽ മാത്രം ഇവിടെ വരികയുള്ളൂ. 3-ാം ശനിയാഴ്ചയ്ക്ക് പ്രാർത്ഥന നടത്തുകയാണ്. ഇതിൽ പ്രത്യേകമായ ദൈവത്തിന്റെ ശക്തി ഉണ്ട്. അത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ മാത്രമേ ബന്ധനങ്ങളും കെട്ടുകളും ആവിചാര ശക്തികളും അന്ധകാരത്തിന്റെ പോരകളും മുറിയുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ മംഗളത്തിപ്പോരം കൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരാൻ സാധ്യമല്ല. ഞാൻ സാക്ഷിയാണ്. എന്റെ അച്ഛൻ മടങ്ങി വന്നു, അമ്മ മടങ്ങി വന്നു, ദൈവഭാഗത്തിലേക്ക് കടന്നു വന്നു. മന്ത്രങ്ങളെല്ലാം മാറിപ്പോയി, എല്ലാം മാറിപ്പോയ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ആ ദൈവം ഇപ്പോഴും ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ സാക്ഷ്യമാണ് നിങ്ങൾ 2 പാസ്റ്റർമാർ പ്രസംഗിക്കുന്നത് കേട്ടത്. ഇവിടെ കർത്തൃദാസന്മാർ 5 പേര് 6 പേര് വന്നിട്ടുണ്ട്. അവരെല്ലാവരും രാവിലെ തൊട്ട് 10 മണി തൊട്ട് ഇന്ന് ഈ സമയം വരയ്ക്കും അവരുടെ കുടുംബ
ദൈവത്തിൻ്റെതായ നാമത്തിലും നിങ്ങളെപ്പോലെ ഉള്ളവരും അമ്മേ മാറുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. അമ്മേ പ്രാർത്ഥനയിൽ കൂടുക, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനാകട്ടെ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കരുണയും സ്നേഹവും നീതിയും ദയവുള്ളവനായ ദൈവം, സകല അമ്മേ കരുണയ്ക്ക് ഉറവിടമായ ദൈവം, ഈ ഭംഗിയോട് പ്രദേശത്തെ ദേശത്തെ കർത്താവ് അനുഗ്രഹിപ്പാനും വിടിവിക്കുവാനും സകല കുടുംബങ്ങളും ദേശങ്ങളും വസിക്കുന്ന സകലരും സത്യത്തിലേക്ക് കടന്നു വരുവാൻ, സത്യം അവരെ സൗന്ദര്യമാക്കി തീർക്കുവാൻ, ഞാനേ വഴിയും സത്യവും ജീവനെന്ന് അറിയിച്ചവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകല കുടുംബങ്ങളും ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി അംഗീകരിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി അവരുടെ കുടുംബവും അവരുടെ കുഞ്ഞുങ്ങളും അവരെ പിറക്കും സന്തതികളും അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പിൻഗാമികളായി അനുഗ്രഹിച്ച അതേ ദൈവം സകല കുടുംബങ്ങളെയും അനുഗ്രഹിപ്പാനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭാരത്തിനും രോഗത്തിനും കണ്ണീരിലും ദുഃഖത്തിനും കുടുംബ പ്രശ്നങ്ങളാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാലും ഭാരപ്പെടുന്ന സകലവേരെയും നീ അനുഗ്രഹിച്ച് ഉയർത്തുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളെയും കർത്താവ് കൊടുത്ത് അബ്രഹാമിനെ പോലെ, ഇസ്ഹാക്കിനെ പോലെ, യാക്കോബിനെ പോലെ, യബേസിനെ പോലെയും ദാവീദിനെ പോലെയും കൊർന്നേലിയോസിനെ പോലെയും അനുഗ്രഹിക്കുന്ന ദൈവം ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവം എല്ലാവരും ബലപ്പെടുത്തുവാനും ശക്തിയിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അന്ന് എല്ലാ കർത്തദാസന്മാരുടെ കുടുംബത്തിന് വേണ്ടിയും അവരുടേതായ മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും അവരുടേതായ സഭയും അവരുടെ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിച്ച് അവർ ആവശ്യമെല്ലാം കൊടുത്തവരെ പോലെ പോകുന്ന ഭാഗത്തെല്ലാം സുവിശേഷത്തിന്റെ വാതിലുകൾ പൗലോസിന് തുറന്നു കൊടുക്കുവാനായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണം. എല്ലാ നന്മയ്ക്കായി സ്തോത്രം. കുറുപാറ 3-ാമത്തെ ശനിയാഴ്ച നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ വരുന്നവർക്ക് നീ വിടുതലും ജയവും കൊടുത്ത് അവരുടെ ഭാരങ്ങളെ മാറ്റി അത്ഭുതങ്ങളെ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. കൃപയും മഹിമയും മഹത്വവും തേജസ്സും ഈ ഭംഗിയോട് പ്രതിശത്തോടും സകല കുടുംബങ്ങളോടും സകല സഭകളോടും സകല ദൈവമക്കളോടും അമ്മ അല്ലാത്തവരോടും എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചെയ്യണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ആശീർവാദം. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടേണ്ടതിന് ഇന്ന് 10-12 ഞങ്ങൾ ഇതുവരെ ദൈവത്തിൻ്റെ ഈ തിരുവചനമായി നിൽക്കുവാൻ കർത്താവ് ഒരിക്കൽ നല്ല വിജയത്തിനായി സ്തോത്രം. ആശീർവാദം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും സഹവാസവും കൂട്ടായ്മയും ഞങ്ങൾ പോയ എല്ലാ ദിക്കുകളിലും വഴികളിലും റോഡുകളിലും ഒക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ദാസന്മാരോടും തൻ്റെ ഭവനത്തിലെത്തുവോളം ദൈവത്തിൻ്റെ കൃപയും കൂടെയിരുന്നു. ഈ ദേശത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ആമേത്തുമാനവും മഹത്വവും പുകഴ്ചയും യഹോവയ്ക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ കരങ്ങൾ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.